ഇന്ന് രാവിലെ ഞാൻ നീച്ചു വരുമ്പോൾ തന്നെ മനോഹരമായ മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു കാഴ്ച കണ്ടു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കരയുക. ആ കരച്ചിലിനൊരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പറയുമ്പോൾ ഒരു ഓറുള്ള കരച്ചിൽ. ആ മനുഷ്യൻ തൻ്റെ സൗദി ലീഗിലെ കിരീടം ആദ്യമായിട്ട് നേടുകയാണ്. അയാൾ കരയുക. ഒരു 42 വയസ്സുകാരൻ. അത്രമേൽ എത്ര ബാലൻഡിയോർ ഉണ്ട് അയാൾക്ക്, എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് അയാൾക്ക്, എത്ര കിരീടങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കിരീടങ്ങളുണ്ട്. അയാൾ ഇപ്പോഴും ഒരു കുട്ടിയുടെ ലാഘവത്തോടുകൂടി ആ പാഷനെ കണ്ട് ആ കപ്പ് കിട്ടാൻ അങ്ങനെ അയാൾ പ്രയത്നിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അത് കിട്ടുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുകയാണ്. റൊണാൾഡോയെ പോലെ ഇങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ ലോക ഫുട്ബോളിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഞാൻ എല്ലാ കാലത്തും റൊണാൾഡോ ഫാനാ. ചെറുപ്പം തൊട്ടേ UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ അക്കരി കളിക്കും. ആ കാലത്തും നമ്മൾ റൊണാൾഡോ ഫാനാണ്. എല്ലാവരും പറയും മെസ്സി, നെയ്മർ, അല്ലെങ്കിൽ അന്ന് കക്ക, അങ്ങനെയൊക്കെയുള്ള ടൈമാണ്. പക്ഷെ ഉണ്ടല്ലോ, എന്നോട് ആര് ചോദിച്ചാലും ഞാൻ അന്നും പറയും, ഇന്നും പറയും, എന്നും പറയും റൊണാൾഡോ ഫാൻ. ഒരേ ഒരു റൊണാൾഡോ, ഒരേ ഒരു CR. എല്ലാവരും ക്ലബിൽ റയൽ മാഡ്രിഡ് ആണ്, ബാഴ്സലോണ മെസ്സി ഫാൻസ് ആണ്. പക്ഷെ രാജ്യത്തേക്ക് വരുമ്പോൾ ഓലൊക്കെ ബ്രസീലാവും റൊണാൾഡോ ഫാൻസ്. അതിന് കാരണം എന്താ അറിയോ? പോർച്ചുഗൽ രാജ്യത്തേക്ക് വരുമ്പോൾ അതിനുള്ള മരുന്നില്ല അത്ര. ഇന്ന് ആ പോർച്ചുഗലിന് ലോകം മൊത്തം ആരാധകരാണ്. ഈ പറയുന്ന കേരളക്കരയിൽ തന്നെ എത്ര ആരാധകരുണ്ട് പോർച്ചുഗലിന്. സന്തോഷം, അഭിമാനം. റൊണാൾഡോ ഈ വേൾഡ് കപ്പ് ഒന്ന് ഉയർത്തുന്നത് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും ആ കാഴ്ച ഒന്ന് കാണിക്കണേ ലോക ഫുട്ബോളിന്റെ തമ്പുരാക്കന്മാരെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. കാരണം റൊണാൾഡോ ആ വിശ്വകിരീടത്തിൽ ഒന്ന് ചുംബിക്കുന്നത് കാണാൻ ആ വിഷ്വലി അങ്ങനെ മനസ്സിലാലോചിക്കണം. എന്താ അതിന്റെ ഫീല്. ലയണൽ മെസ്സിക്ക് കൊടുത്തില്ലേ, ഞങ്ങളെ റൊണാൾഡോക്കും കൂടെ ഇത്തവണ ഒന്ന് മിന്നിച്ചേക്കണേ ഞങ്ങളെ പയ്യനെ.